ഹലോ. അപ്പം ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ UK റിലേറ്റഡ് ആയിട്ടും പേഴ്സണൽ ലൈഫായിട്ടും അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ എന്തായാലും ഫൈനലി അതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ് കേട്ടോ. കാരണം ഒരുപാട് ക്വസ്റ്റ്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പറയണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ ആയിട്ട് പറയേണ്ടി വരും. ഞാൻ എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു 10K എത്തിയിട്ട് ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് എന്താണ് ഞാൻ എങ്ങനെയാണ് അങ്ങനത്തെ ഫുൾ കാര്യങ്ങൾ ഞാൻ അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ബട്ട് ഇൻസ്റ്റയിൽ ഇത്രയും റെസ്പോൺസ് എനിക്ക് കിട്ടുന്ന ആ ഒരു പോയിന്റിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് സാധാരണ എനിക്ക് വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. ബട്ട് എന്തോ ഇപ്രാവശ്യം കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ടും റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം റെസ്പോൺസും കിട്ടിയതായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഇത്തവണ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഓരോന്നിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് ഫസ്റ്റ് പോവാം. എവിടെയാണ് നാട്, ഇപ്പം എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് നാട്ടിൽ ട്രിവാൻഡ്രം ആണ് കേട്ടോ. ട്രിവാൻഡ്രം വേളി ശംഖുമുഖം ഓൾ സയൻസ് കോളേജിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് എൻ്റെ വീട്. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ട് UK UK ഈസ്റ്റ്ബോൺ എന്ന് പറയുന്നൊരു പ്ലേസിലാണുള്ളത്. ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. കുറച്ചുപേരൊക്കെ ചോദിക്കുന്നുണ്ട് ആരാ കൂടെയുള്ളത്. ചേട്ടൻ്റെ കൂടെയാണുള്ളത്. ഞാൻ എൻ്റെ റൂമിൽ ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പോകണം. ഞാൻ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് വന്നിട്ട് BSc ബോട്ടണിയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്നെ അറിയില്ല ഗൈസ്. BSc ബോട്ടണി എടുത്തു കാരണം എൻ്റെ ഒരു ഇതിൽ മാത്സ് അതിൽ പഠിക്കാനില്ല. സോ മാത്സ് ഇല്ലാത്തത് കൊണ്ട് BSc ബോട്ടണി എനിക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ BSc ബോട്ടണി എടുത്തു. ഇവിടെ എന്താണെന്ന് ഇപ്പോൾ പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഭവമാണ് IBM ആണ് കേട്ടോ. അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. അപ്പം ചോദിക്കും എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ എടുത്തതെന്ന്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയാം ഗൈസ്, ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ആ ഒരു ലെവലൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. കാരണം ഞാൻ അതുകൊണ്ടല്ല ഗൈസ് എടുത്തത്. കാരണം എൻ്റെ ചേട്ടൻ ഇവിടെയാണ്. അപ്പോൾ അവൻ എടുത്തത് IBM ആണ്. ഞാൻ നോക്കിയപ്പോൾ അവൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പാസ്സായി പോയി. എക്സാമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഗതികെട്ട സമയത്തിന് ഞാൻ വന്നപ്പോഴേക്കും എക്സാമും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ ആണ് IBM എടുത്തത്. അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജ് ലൈഫ് എങ്ങനെയുണ്ട്, ഇവിടുത്തതും നാട്ടിലെയും വെച്ചിട്ടുള്ള കോളേജ് ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചത് BSc ബോട്ടണിയാണ്. അതുപോലെ പഠിച്ച കോളേജ് വന്നിട്ട് ഓൾ സയൻസ് കോളേജ്. അവിടുത്തെ കോളേജ് ലൈഫ്, ഇവിടെ ഞാൻ പഠിക്കുന്നത് IBM ആണ്. പഠിക്കുന്ന കോളേജ് വന്നിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ. ഈ രണ്ട് കോളേജിലും ഏത് കോളേജാണ് എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് കോളേജാണ് ഞാൻ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കുന്നത്, ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നുന്ന ഏത് കോളേജിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പറയും ഇവിടുത്തെ കോളേജ് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചത് ഒരു വുമൻസ് കോളേജാണ്. ഓൾ സയൻസ് പഠിക്കുന്ന പിള്ളേരുടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കോളേജാണ്. വുമൻസ് കോളേജ് ആയിട്ട് കൂടി ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വൃത്തികെട്ട കോളേജ് എന്നേ ഞാൻ പറയത്തുള്ളൂ ഗൈസ്. കാരണം കട്ട സീനാണ്. പുതിയ പിള്ളേരെങ്ങാനും ഉണ്ട് പോകാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ പെട്ടുപോകും. അങ്ങനത്തെ ഒരു കോളേജാണ്. ബിക്കോസ് അത് അങ്ങനെ ഒരു കോളേജാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു കോളേജിൽ പഠിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് പഠിച്ചപ്പോൾ എൻ്റെ പൊന്നളിയ സെറ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാം. റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ കയറണം. അറ്റൻഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ പറഞ്ഞു വിടും. കയറി പൊക്കോന്ന് പറയും. അറ്റൻഡൻസ് ഒക്കെ വേണം. പക്ഷേ എന്നിരുന്നാൽ കൂടി ചില്ലാണ്. ടീച്ചേഴ്സും സാറന്മാരൊക്കെ ചില്ലാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരും ഉണ്ട്. എന്നിരുന്നാൽ കൂടി അടിപൊളിയാണ് കോളേജ് ലൈഫ്. ഇവിടുത്തെ സെറ്റാണ്. അങ്ങനത്തെ സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ കോളേജാണ്. കമ്പയറിങ് ടു എൻ്റെ കോളേജ് മറ്റേ കോളേജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ അടിപൊളി. പിന്നെ ഉള്ളൊരു ചോദ്യം എന്ന് പറയുമ്പം പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അടുത്ത് മുന്നേയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റോറിയിലൊക്കെ റിപ്ലൈ ഇട്ടിട്ടുണ്ട്, ഞാൻ കട്ട ഒരു ഇൻട്രോവേർട്ടാണ് എന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഞാനെന്ന് പറയുമ്പം ഗൈസ് എനിക്ക് ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഞാനിങ്ങനെ വീഡിയോൻ്റെ മുന്നിൽ ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ നല്ല രീതിക്ക് നിൽക്കുമെന്നുണ്ടെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാത്ത ഞാനിപ്പോൾ പുറത്തോട്ടൊക്കെ പോവുകയാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബാക്ക് അടിക്കും. ഞാൻ വിചാരിക്കും അയ്യോ അവരെന്നെയാണോ നോക്കുന്നത്, അവരെന്ത് വിചാരിക്കും. അങ്ങനെ ഞാൻ ഒരു ആവശ്യമില്ലാതെ ഞാൻ ചുമ്മാ ബാക്ക് അടിക്കും. ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അത്യാവശ്യം സ്റ്റേജ് ഫിയർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക്
ആൾക്കാർ മുന്നിലോട്ട് ഇറങ്ങി നിൽക്കാൻ കുറച്ചിരുന്നാണ്. അതായത് എന്നെ അറിഞ്ഞുകൂടാത്തവരുടെ മുന്നിൽ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഒരുമാതിരി ബാക്കടിച്ച് നിൽക്കും. ഇപ്പോൾ ഒരു നേരെ വഴിയുണ്ട്, ബാക്കിൽ കൂടെ ഉള്ളൊരു വഴിയുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരൊന്നും ഇല്ലാതെ ആൾക്കാർ എന്നെ നോക്കത്തില്ലല്ലോ. സോ ബാക്കിൽ കൂടെ പോകാനേ ഞാൻ നോക്കത്തുള്ളൂ. അങ്ങനെ ഭയങ്കര അതൊരു മൊണ്ടി സ്വഭാവമാണ്. എന്നിരുന്നാൽ കൂടി അങ്ങനത്തെ ഒരു ഇത് സ്വഭാവമാണ്. പിന്നെ ഞാൻ പെട്ടെന്നൊന്നും ആൾക്കാരടുത്ത് മിണ്ടത്തില്ല. ഇപ്പം പുതിയതായിട്ട് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇടിച്ച് കയറി ഞാനായിട്ട് അങ്ങോട്ട് പോയി സംസാരിക്കത്തേ ഇല്ല. എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടുക, അവർക്ക് ജസ്റ്റ് അപ്പോഴും ഞാൻ ജാടിയിട്ട് നിൽക്കും. ഞാൻ മനഃപൂർവ്വം ജാടിയിട്ടെന്നല്ല, പക്ഷെ എനിക്ക് എന്തോ നേരെ ചൊവ്വ മിണ്ടാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഒരുമാതിരി ഇതിട്ട് നിൽക്കും. അപ്പോൾ അവർ വിചാരിക്കും അവൾ വലിയ ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ വിചാരിക്കും. അത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കമ്പനി ആയ ശേഷം അവർ പറയും നിന്നെ ഫസ്റ്റ് കാണുമ്പോൾ ജാട തെണ്ടിയെന്ന് വിചാരിക്കത്തുള്ളൂ, പക്ഷെ പിന്നീട് സെറ്റായി വരണം. എനിക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിലോട്ട് പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ മൊണ്ടി അടിച്ച് നിർത്തും. ഫോർ എക്സാമ്പിൾ നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ പറയുമ്പം നമ്മളെല്ലാവരുമായിട്ട് മിണ്ടിയേ പറ്റുള്ളൂ. ഇൻ്റർനാഷണൽ കോളേജിലൊക്കെയാണ്, ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് കുറേ കമ്പനീസ് വേണം, നമ്മളെല്ലാവരുടെ അടുത്തും മിണ്ടണം. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ആവശ്യമാണ്. അപ്പം ഞങ്ങളുടെ കോളേജിൽ പോയിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ എനിക്കിപ്പോഴുണ്ട്, ഫസ്റ്റ് ഡേ ഞാൻ പോയിട്ട് എൻ്റെ കൂടെയുള്ള റൂംമേറ്റ് അവൾ ടോയ്ലറ്റിൽ പോവാണ് കേട്ടോ. ടോയ്ലറ്റിൽ നിൽക്കുക. അപ്പം നമ്മുടെ മിക്സഡ് കോളേജൊക്കെ ആണല്ലോ. അപ്പം കുറച്ച് പയ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരു പയ്യൻ വന്നിട്ട് എനിക്ക് ഷേക്കൻ്റെ എന്നിട്ട് പേരെന്തോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പേരെന്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേര് ശ്രീലക്ഷ്മിയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ IBM എന്ന് പറഞ്ഞു. എനിക്ക് പറഞ്ഞു. പക്ഷെ അവൻ കൈ തന്നു. ഫ്രണ്ട്ലിയാണ്, ഇവിടെയൊക്കെ എല്ലാവരും കൈ തരും, ഹഗ് ചെയ്യുക, അങ്ങനെ അതൊക്കെ നോർമലാണ്. ബട്ട് ഇങ്ങനെ കൈ തരാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു സോറി ബ്രോ എന്ന് പറഞ്ഞു. ബട്ട് പിന്നീട് എനിക്കത് അങ്ങോട്ട് എന്തോ പോലെ തോന്നി. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ അല്ലല്ലോ. എനിക്ക് അങ്ങനെ എന്തോ പോലെ തോന്നിയെന്നല്ല, കാരണം ആ പയ്യൻ അവിടെ എല്ലാവരുടെ മുന്നിൽ ഇൻസൾട്ടായി. അതുമല്ല നമ്മളിവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു രാജ്യത്താണ്. ഇവിടെ എല്ലാവരുമായിട്ട് നമ്മൾ മിണ്ടണം. നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസുമായിട്ട് കമ്പനി കൂടിയാൽ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുമല്ല നമ്മൾ പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് IBM വേറെ വേറെ ഇതൊക്കെയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വേണമെന്നുള്ളൊരു സംഭവമാണ്. ബട്ട് പിന്നീട് ഞാൻ ഒരുവിധം ഞാൻ തന്നെ എൻ്റെ മൈൻഡിനെ സെറ്റാക്കിയിട്ട്, പക്ഷേ ഇപ്പോഴും അതൊന്നും ഓക്കെ ആയിട്ടില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് മിണ്ടി കുറേ കഴിഞ്ഞ് കുറേ മിണ്ടി ഇതായാലേ ഞാൻ പിന്നെ അവർ നോക്കുമ്പോൾ ഹായിടാ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കുള്ളൂ. അതുവരെ ഞാനിങ്ങനെ കണ്ട് ചിരിച്ചിട്ട് അങ്ങ് വിടത്തേ ഉള്ളൂ. അതൊരു മൊണ്ടി സ്വഭാവമാണ്. ഫോർ മീ ഇവിടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. എൻ്റെ കൂടെയുള്ള റൂംമേറ്റ് കുറച്ചും കൂടെ അവൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. അപ്പോൾ അവൾ എല്ലാവരുടെ അടുത്തും മിണ്ടി അവൾ മിണ്ടിയിട്ടായിരിക്കും പിന്നെ കറങ്ങിത്തിരിഞ്ഞ് എന്നോട് മിണ്ടുന്നത്. അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻറ്റും ഉണ്ടായിട്ടുണ്ട്. ബട്ട് പൊതുവേ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കട്ട ഇൻട്രോവേർട്ടാണ്. ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവളും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചൊന്ന് പെട്ടുപോയേനെ. കാരണം ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് കോളേജിലൊക്കെ പോകുന്നത്. അപ്പം ആ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. പിന്നെ ക്ലാസ്സിലെ പിള്ളേരാണെങ്കിൽ പോലും ഞാൻ ക്ലാസ്സിൽ പോയി ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ക്ലാസ്സിലെ ഓരോ പിള്ളേരായിട്ട് ഞാൻ സംസാരിച്ച് തുടങ്ങി. സോ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഇതാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് മൊണ്ടി സ്വഭാവം എന്നെപ്പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. ഗൈസ് പിന്നെ ഒരു കൊച്ച് ചോദിച്ചു അക്കാഡമിക് സ്ട്രക്ചർ ഇവിടെ എങ്ങനെയാണ്, സ്റ്റുഡൻറ്റ് അക്കാഡമിക് സ്ട്രക്ചർ, കോളേജ് ലൈഫ് അതൊക്കെ എന്താണ്. അതാണ് ഞാൻ പറഞ്ഞത്. കോളേജ് ലൈഫ് അടിപൊളിയാണ്. നമ്മളെടുത്ത കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്, ചില്ലാണ്, നൈസാണ്, അങ്ങനെ പോകുന്നു. അക്കാഡമിക് സ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചും കൂടെ എൻ്റയർലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ റിട്ടേൺ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റിട്ടേൺ എക്സാം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, പക്ഷേ ഷുവർ അല്ല ഞങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. എക്സാംസ് ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞത് ഓൺലൈനായിരുന്നു. അത് റിട്ടേൺ എക്സാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിലും ഓൺലൈനായിരുന്നു അത് നടന്നത്. പിന്നെ നമുക്ക് സെമിനാറുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ സെമിനാറൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് മാർക്കിനൊക്കെ ആയിരിക്കും. നമ്മുടെ ഇവിടെ സെമിനാറിനാണ് മെയിൻ, അതായത് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അതിനൊക്കെ നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വെക്കണം. പിന്നെ ഉള്ളൊരിതെന്ന് പറയുമ്പം നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇവിടെ വന്നിട്ട് ഈ അസൈൻമെൻറ്റും കാര്യങ്ങളിലൊക്കെ നമ്മൾ തോറ്റു പോവുകയോ ഒരു തവണ തോറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റീസിറ്റ് തരും. ബട്ട് പിന്നീട് നമ്മൾ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വഴിയില്ല ഗൈസ്. നമ്മൾ ഇത്രയും പൈസ മുടക്കി വന്നത് വെറുതെയാവും. ബിക്കോസ് നമ്മളിവരെ നാട്ടിൽ പറഞ്ഞു വിടും. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് പൈസ കൊടുത്ത് ഒതുക്കാം. ഇവിടുത്തെ ഏറ്റവും ഒരു ഇതെന്ന് പറയുന്നത് അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കില്ല. പഠിക്കുകയാണെങ്കിൽ എന്ത് വേണോ കാട്ടിക്കൂട്ടി നിങ്ങളെ കാര്യം നോക്കി പോക്കോ. പക്ഷേ പഠിച്ച് പാസ്സാവണം. ഞങ്ങളുടെ കോളേജിന് അത് മതി. അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇവിടുത്തെ കോളേജ് ലൈഫ്. ഓക്കെ, ബാക്കി എന്തുടായിപ്പോൾ എന്ത് വേണോ കാണിക്കാം. ബട്ട് അക്കാഡമിക് ഇതിൽ നിങ്ങൾ പാസ്സാവണം, അത്രേ ഉള്ളൂ. പിന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കൂടെയാണോ നിൽക്കുന്നത്, വീടാണോ അപ്പാർട്ട്മെൻ്റ് ആണോ ഫ്ലാറ്റ് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൈസ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഞാനും ചേട്ടനും പിന്നെ എൻ്റെ ഒരു റൂംമേറ്റും കൂടെ ഉണ്ട്.
ഞങ്ങൾ 2 റൂമിലാണ്. അതായത് ഞാനും ചേട്ടനും കൂടെ ഞങ്ങളെ ഒരു റൂമിൽ ഇവർ നിർത്തത്തില്ല. ബ്രദറും സിസ്റ്റർ ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് ബ്രദറും സിസ്റ്റേഴ്സൊന്നും ഒരു റൂമിൽ പറ്റില്ലെന്നാണ്. അപ്പം സിംഗിൾ റൂം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു റൂമിൽ, അവൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, ചേട്ടൻ വേറെ, അങ്ങനെയാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എൻ്റെ റൂം വന്നിട്ട് 570, ചേട്ടൻ്റെ റൂം വന്നിട്ട് 540 ആണ്. പിന്നെന്താ ചോദിച്ചത്? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചേട്ടൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ ചില സമയം നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിക്കും. ബട്ട് എല്ലാ ദിവസവും ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളെന്ന് പറയുന്നതിനേക്കാളും നല്ലത് എൻ്റെ കൂടെയുള്ള ചേച്ചി നല്ല രീതിക്ക് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. സോ പിന്നെ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ താമസിക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് അപ്പാർട്ട്മെൻറ്റാണ് ഗൈസ്. അതായത് ഇവിടെ മൊത്തം 7 റൂമുണ്ട്. ഈ 7 റൂമിലും 7 ആൾക്കാർ, വേറെ വേറെ ആൾക്കാർ താമസിക്കുകയാണ്. മലയാളികൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത്. മലയാളിയെ നമുക്ക് വേണ്ട. നമ്മളിവിടെ മലയാളികൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ കാര്യം നോക്കി, പല രാജ്യത്തു നിന്നുള്ളവരുണ്ട്, അവരൊക്കെ അവരുടെ കാര്യം നോക്കി പോകുന്നു. പിന്നെ ഈ 7 റൂംസുള്ള 3 നില പോലെയാണ്. അപ്പോൾ അതിൽ 2 കോമൺ കിച്ചൺ ഉണ്ട്. പിന്നെ എൻ്റെ റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്. കാരണം എൻ്റെ റൂമിലില്ല, കോമൺ ബാത്റൂമാണ് അവൻ യൂസ് ചെയ്യുന്നത്. 2 കോമൺ കിച്ചണും 3-4 കോമൺ 3 മൂന്നോ രണ്ടോ അല്ലെങ്കിൽ 3 കോമൺ ബാത്റൂം ഉണ്ടെന്ന് തോന്നുന്നു. 3 കോമൺ ബാത്റൂം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് UK ഈസ്റ്റ്ബോൺ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വന്നിട്ട് വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്. അച്ഛനെ ഇതുവരെയും സ്റ്റോറിയിൽ, അമ്മേനെ കാണിക്കാറുണ്ട്, അച്ഛനെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ, അച്ഛനെ എന്താ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പലതവണ ഈ ചോദ്യം എനിക്ക് വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് വരുന്നൊരു ചോദ്യമാണ് എല്ലാവർക്കും. എനിക്ക് സ്റ്റോറിയിൽ ഞാൻ എപ്പോഴൊക്കെ Q&A ഇടുമോ അപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അമ്മയുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, മോളുടെ അച്ഛൻ എന്ത് ചെയ്യും, അതുകൊണ്ടെങ്കിൽ ചേച്ചിയുടെ അച്ഛൻ എന്ത് ചെയ്യും, എന്താ ചെയ്യുന്നത്, പുറത്താണെന്നൊക്കെ ചോദിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ആ ഒരു ചോദ്യത്തിന് ഞാൻ ആൻസർ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എനിക്ക് അച്ഛനില്ല ഗൈസ്. എനിക്ക് 6 മാസം ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, സാധാരണ ഒരു പനി വന്നതാണ്. തക്കാളി പനിയോ മഞ്ഞപ്പിത്തോ അങ്ങനെയൊന്നുമല്ല, സാധാരണ ഒരു പനി വന്ന് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ മരിച്ചതാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഫുൾ നോക്കുന്നതും അമ്മ തന്നെയാണ്. ഇപ്പോൾ വരെയും അമ്മയാണ് ഞങ്ങളുടെ എല്ലാം. അച്ഛൻ എനിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, അമ്മ എന്താ ചെയ്യണേ, അമ്മ വർക്കിംഗ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നേ വരെ ഇങ്ങനൊരു ഓപ്പൺ സ്പീച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടില്ല. അതായത് എൻ്റെ ഒരു മൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10K ഒക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മുടെ ഫാമിലി കുറച്ചും കൂടെ ഒന്ന് വലുതാവുമല്ലോ. ഇൻസ്റ്റയിൽ ഓൾറെഡി നമുക്ക് ഫാമിലി ഉണ്ട്, അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബട്ട് എനിക്ക് യൂട്യൂബിൽ കൂടെ അത്ര ഒരു സംഭവം ഉള്ളപ്പോൾ ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചതാണ്. ബട്ട് ഇപ്പം അങ്ങനെ പറയണമെന്ന് തോന്നി. ഇതുവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് ചെയ്തിട്ടില്ല. ബട്ട് ഇന്ന് നിങ്ങളെ എല്ലാം മേ ബി ഓൾറെഡി ഏറെക്കുറെ എല്ലാം എന്നെക്കുറിച്ച് അറിയുമെന്നാണ് എനിക്കൊരു വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കെന്ന് പറയുമ്പോൾ അച്ഛനില്ല. എനിക്ക് 6 മാസം ഉണ്ടായിരുന്നപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഫുള്ളും അമ്മയാണ് നോക്കുന്നത്. അമ്മയുടെ ജോലി എന്ന് പറയുമ്പോൾ അമ്മ കൊച്ചിതിലേ മുതലേ ഞങ്ങളെ വളർത്തി ഇവിടം വരെ നമ്മളാക്കിയത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓഫീസിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതുവരെ ആയത്. ഇപ്പോൾ അമ്മ അതിൻ്റെ കൂടെ സൈഡായിട്ടൊരു ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്. അതെന്താണ് കാര്യങ്ങളെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ആൾ ഒരു ജോലി ചെയ്യുന്നു. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കുറച്ച് പ്രൈവസി ആയിട്ട് വെക്കുന്നൊരു സംഭവമാണ്. നമ്മളെ ഫാമിലിയിൽ അമ്മയ്ക്കും അമ്മയുടെ ചേച്ചിമാർക്കൊക്കെ മാത്രമേ അറിയാവൂ. വേറെ ആർക്കും അത് വേറെ ആരോടും നമ്മളത് പറഞ്ഞിട്ടില്ല. ബിക്കോസ് നമ്മളത് കുറച്ചിതായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നാൾ അമ്മ നമ്മളെന്ന് പറയുമ്പോൾ കുറച്ച് 1-2 ഓഫീസ് ഉണ്ടായിരുന്നു. കാരണം ഒരു ഓഫീസ് മാത്രമേക്ക് അമ്മയ്ക്ക് ചെയ്യുമ്പോഴേക്കും അമ്മയ്ക്ക് അതൊന്നും ആവത്തില്ലായിരുന്നു. അപ്പം 1-2 ഓഫീസിലായിട്ട് ഒരിടത്ത് കഴിഞ്ഞിട്ട് മറ്റേടത്ത് പോയി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അമ്മ ഇടയ്ക്ക് ഒരു തുണിക്കടയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അത് കൊറോണ സമയമൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്നും മാറി പിന്നെ ഇപ്പോൾ അമ്മ ഈ ഒരു ജോലിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു ചെറിയൊരു ബിസിനസ് പോലത്തെ ഒരു സംഭവമാണ്. വലിയ ബിസിനസ്സൊന്നുമല്ല, വലിയ ബിസിനസ് ആണെങ്കിൽ കൂടിയും അമ്മയ്ക്ക് അത് ചെറിയൊരു ഇതേ ഉള്ളൂ. അമ്മ അവിടെ ജസ്റ്റ് ജോലി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം പക്ഷേ അത് നമ്മൾ വേറെ ആരുടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭയങ്കര പ്രൈവസി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം അമ്മ അവിടെയാണുള്ളത്. അതാണ് ഇപ്പം അമ്മ ചെയ്യുന്നത്. അത് എന്താണ് ഏതാണെന്ന് നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അടുത്തും പറയാത്തത്.
അമ്മയ്ക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞാനും കണ്ണനും പിന്നെ അമ്മയുടെ ചേച്ചിമാർക്ക് മാത്രമേ അറിയാവൂ. അത് അങ്ങനെ വേറെ ആർക്കും അറിയത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ ഫാമിലിയായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അച്ഛൻ മരിച്ചതോടുകൂടി തന്നെ അച്ഛൻ്റെ ഫാമിലിയായിട്ടും അതിന് കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഭയങ്കര, എനിക്ക് ഇവർ ഇഷ്ടമല്ല കേസ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഫാമിലിനെ എനിക്കിഷ്ടമല്ല. കൊള്ളത്തില്ലെന്ന് തന്നെ പറയാം, കൊള്ളത്തില്ല. സോ എനിക്ക് അവരൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളങ്ങനെ മിണ്ടാറൊന്നുമില്ല. പിന്നെ അച്ഛൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അച്ഛാമ്മയും താമസിക്കുന്നത്. അച്ഛാമ്മയായിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിട്ട് പോണു. അപ്പം അത്രയേ ഉള്ളൂ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെന്താ, പിന്നെ ചോദിക്കുന്നത്, ഞാൻ ഇടയ്ക്ക് ഉമ്മ വാപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ചോദിക്കുന്നതാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് അത് ഞാൻ ഓൾറെഡി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്, ബട്ട് എങ്കിലും ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അച്ഛൻ അമ്മേനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നപ്പോഴേക്കും തൊട്ടടുത്തുണ്ടായിരുന്ന അയൽവക്കക്കാരാണ് എൻ്റെ ഈ ഉമ്മ ഇത്ത വാപ്പാക്കൊക്കെ. അപ്പോൾ അച്ഛൻ അമ്മയെ കൊണ്ടുവന്നപ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞതാണ്, നീ നിൻ്റെ സ്വന്തം ചേച്ചിമാരെ എങ്ങനെ കാണുന്നോ അതുപോലെ വേണം ഇവരെയും കാണാൻ വേണ്ടിയിട്ട്. എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഇവർ കാണുമെന്നൊക്കെ പറഞ്ഞ് അമ്മേനെ ഏൽപ്പിച്ചതാണ് ഈ ഉമ്മായിക്ക. ഇവരൊക്കെ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്, പക്ഷേ നമ്മളെ ഫാമിലിയെക്കാളും നമുക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ. അങ്ങനത്തെ ആൾക്കാരാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഞങ്ങൾ ഒരു കോമ്പൗണ്ടിലൊക്കെ ആയിരുന്നു പണ്ട്. പിന്നീട് സമയം മാറിയപ്പോഴേക്കും, വർഷങ്ങളൊക്കെ ആയപ്പോഴേക്കും അതിലൊക്കെ വന്ന് വീടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയതാണ് കേട്ടോ. അപ്പോൾ ഇവരെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട് ഗൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ അച്ഛനെ കണ്ട ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വളർന്ന സമയം മുതലേ ഞാൻ നമ്മളെപ്പോഴും ഇവരുടെ വീട്ടിലായിരിക്കും. ഞങ്ങൾക്ക് ഉമ്മ വാപ്പ ഇക്ക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ഞങ്ങളുടെ സ്വന്തക്കാരാണ് അവർ. അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ ഇഷ്ടം. അവർക്കും അങ്ങനെയാണ്. ഞങ്ങളുടെ സ്വന്തം ആൾക്കാരാണ്. നമ്മളെപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മയുടെ വീട്ടിൽ ഇക്കയുടെ വീട്ടിലൊക്കെ തന്നെ ആയിരിക്കും. അവർക്കൊരു സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ടേ അവർ ഫുഡ് കഴിക്കത്തുള്ളൂ, നമുക്ക് വിളമ്പി തന്നിട്ടേ അവർ കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഓണം വന്നാലും ഒക്കെ അവർ നമ്മുടെ കൂടെ കാണും. അവർക്കൊരു തിരുനാളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിരുനാളല്ല, അവർക്ക് പെരുന്നാളൊക്കെ വരുമ്പോൾ നമുക്ക് ഡ്രസ്സ് എടുത്ത് തരും. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ നോക്കിയതാണ് കേട്ടോ. ഇപ്പോഴും ഉണ്ട്, നോക്കിയതാണ്, ഇപ്പം ഇല്ല എന്നല്ല, ഇപ്പോഴും ഉണ്ട്. പിന്നെ വേണ്ടായപ്പോഴേക്കും അവർ വീടൊക്കെ മാറി. ഇപ്പോൾ ഒരു ഉമ്മ മാത്രമേ നമ്മളെ വീട്ടിനടുത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഭയങ്കര കാര്യമാണ് ഞങ്ങൾക്ക് ഉമ്മ എത്താക്കാൻ വരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വളർത്തിയതാണ് ഗൈസ്. ഞാനൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും, എനിക്ക് കൊച്ചിലേക്ക് എൻ്റെ അമ്മ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് മുടി കെട്ടാനൊന്നും അറിയത്തില്ലല്ലോ. അപ്പം പിന്നീട് അവിടം തൊട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുന്നത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞുതരാം, ഞാനൊരു 4 കൊച്ചിലെ മുതൽ ഒരു 2-3 ഇതൊക്കെ തൊട്ട് ഒരു 5-6 ക്ലാസ് വരെയൊക്കെ എനിക്ക് ഉമ്മയാണ് ഡെയിലി ഇങ്ങനെ നമുക്കാണെങ്കിൽ, ഞാൻ പഠിച്ച കോൺവെൻറ്റ് സ്കൂളാണ്. ആ പൊട്ട സ്കൂളിലാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ പിന്നി മടക്കി കെട്ടിയൊക്കെ പോകാവും. അപ്പം എനിക്ക് അപ്പോഴൊന്നും കെട്ടാൻ അറിഞ്ഞൂടാ. അപ്പം എൻ്റെ ഉമ്മാരെ വീട്ടിൽ പോകുമ്പോൾ ഉമ്മയാണ് ഫസ്റ്റ് എനിക്ക് രാവിലെ ഇങ്ങനെ 2 സൈഡും പിന്നിയൊക്കെ കെട്ടി മടക്കിയൊക്കെ വെച്ച് തരും. അങ്ങനെയൊക്കെ പോകണം. പിന്നീട് ഒരു പോയിൻ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ തന്നെ, എൻ്റെ മനസ്സിലൊരിത് വന്നിട്ട് പിന്നെ ഞാൻ തന്നെ പഠിക്കാൻ തുടങ്ങി. ഞാൻ തന്നെ മുടി കെട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ തന്നെ മേക്കപ്പൊക്കെ ചെയ്യും, കണ്ണൊക്കെ എഴുതി, ലിപ്സ്റ്റിക്കൊക്കെ അപ്പോഴിടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് കൊച്ചിലെ പോലെ എനിക്ക് മേക്കപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്യാവശ്യം കണ്ണൊക്കെ ഞാൻ എഴുതുമായിരുന്നു. ഐലൈനറൊക്കെ ഞാൻ തന്നെ എഴുതി അങ്ങ് പോകുമായിരുന്നു. ലിപ്സ്റ്റിക്കൊക്കെ ഇടുമായിരുന്നെന്ന് തോന്നുന്നു. മേക്കപ്പ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫസ്റ്റ് എനിക്ക് വാങ്ങിച്ചിരുന്നത് തന്നെ എൻ്റെ ഇക്കയാണ്. ഇക്ക ഗൾഫിൽ പോയിട്ട് വന്നപ്പോഴേക്കും മേക്കപ്പ് സെറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വരുമായിരുന്നു. അങ്ങനത്തെ ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. എൻ്റെ ഫ്രണ്ട്സിന്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും എൻ്റെ ഉമ്മ ഇക്ക വാപ്പൻ അവർക്കൊക്കെ അറിയാം. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ വാദോരാതെ ഇങ്ങനെ കാരണം എനിക്ക് മീൻസ് ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെ ഇവരാണ് ഗൈസ്. അത്രയ്ക്ക് അവർക്ക് നമ്മുടെ ഒരു ലൈഫിലൊരു റോളുണ്ട്. അത്രയും അവർ നമ്മളെ നല്ലൊരു രീതിക്ക് നോക്കിയവരാണ് ഞങ്ങളുടെ ഉമ്മ വാപ്പ ഇക്ക ഇത്തേക്ക്. പിന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഉള്ളൊരു ചോദ്യമാണ് നാട് മിസ് ചെയ്യുന്നുണ്ടോയെന്ന്. നാട് മിസ്സ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ, എനിക്ക് നാടാണോ ഇവിടെയാണോ ഓക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങ് പറയാം. നാടാണോ ഇവിടെയാണോ ഇഷ്ടം, അല്ലാന്നുണ്ടെങ്കിൽ നാടിനെ മിസ്സ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നാടിനെ ആയിട്ട് അങ്ങനെ മിസ്സ് ചെയ്യണില്ല ഗൈസ്. എനിക്ക് നാടിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇവിടെ കംഫർട്ടബിളാണ്, ഭയങ്കര എനിക്ക് ഓക്കെയാണ്. പക്ഷേ മിസ്സ് ചെയ്യുന്നത് അമ്മ അവിടെയാണല്ലോ, അതുകൊണ്ട് മാത്രമുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ നാടോ നാട്ടുകാരെയോ അയൽവക്കക്കാരെയൊന്നും ഒരു രീതിക്ക് ഞാൻ മിസ് ചെയ്യണില്ല. കാരണം ഞാൻ മിണ്ടത്തില്ല കേസ്. എനിക്ക് ഒറ്റ എണ്ണത്തിന് എനിക്ക് അവിടെ ഇഷ്ടമല്ല. ഞാൻ ആരോടും അങ്ങനെ അവരുടെ അടുത്തൊന്നും മിണ്ടാറില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടെന്നല്ലോ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മിണ്ടത്തില്ല. എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലൊന്ന് വെച്ചിട്ട്
പുറമെ എനിക്ക് ചിരിച്ച് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ നാട്ടുകാരെയൊന്നും എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറൊരു ഇതാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ പോകണമെന്ന് വെച്ചു, ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഇങ്ങനെ നോക്കും ഗൈസ്. എനിക്കതൊക്കെ കാണുമ്പോഴേ എനിക്ക് എൻ്റെ ഭ്രാന്താണ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എതിർത്ത് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പം എൻ്റെ മൊണ്ടി സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടമില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അത് ആരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ബട്ട് അത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. ബട്ട് അത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് ഒന്ന് പുറമെ ഒന്ന് കാണിക്കുന്നതിനെക്കാട്ടിലും അങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ ഗൈസ്. അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ എൻ്റെ നാട്ടുകാരോടൊന്നും അത്രയ്ക്ക് ഞാൻ അങ്ങനെ മിണ്ടാറില്ല. എനിക്ക് ഇഷ്ടമല്ല, മെയിനായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ് മിണ്ടാത്തത്. എനിക്ക് എൻ്റെ ഈ ഉമ്മ വാപ്പക്കന്മാരൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ പോകത്തുള്ളൂ. ആകെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് മാത്രമേ പോകത്തുള്ളൂ, അല്ലാതെ ഒരിടം ഞാൻ അങ്ങനെ പോകാറില്ല. പിന്നെ എൻ്റെ മമ്മിയുടെയൊക്കെ വീട്ടിൽ കൊച്ചിലേക്ക് പോകുമായിരുന്നു. ഇപ്പം അതും കുറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ നാട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നാട്ടുകാരെയൊന്നും മിസ് ചെയ്യുന്നില്ല, അമ്മേനെ മിസ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത്രയ്ക്ക് അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. കാരണം ഞാൻ അവരുടെ അടുത്തൊന്നും മിണ്ടാറില്ല, എനിക്കിഷ്ടമല്ല, അങ്ങനത്തേക്ക് ഒരു ഇതാണ് ഗൈസ്. അങ്ങനെ ഒരു ഇത്രയും പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം. പിന്നെ എന്താണ്, ഇവിടെ ചിലവുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ചിലവുണ്ട് ഗൈസ്. നമുക്കിവിടെ പൈസ വർക്ക് ചെയ്തുള്ള പൈസ കിട്ടുന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഇവിടെ ചിലവുണ്ട്. കാരണം ഞങ്ങൾക്കിവിടെ റെൻറ്റിന് തന്നെ എൻ്റെ റൂമിൽ തന്നെ 570 പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴേക്കും നല്ല രീതിക്ക് പൈസ പൊട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അതായത് നമ്മളിപ്പം ഒരു കരിവേപ്പില എടുക്കുമെന്ന് വെച്ചോ, ഒരു കരിവേപ്പില എടുക്കുമ്പം ഒരു കുറച്ചൊരു ഇതേ കാണത്തുള്ളൂ. അപ്പോൾ അതിവിടെ 1 പൗണ്ട് ആയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കണോ 1 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിൽ 100 രൂപ, 100 രൂപയ്ക്ക് ഈ കറിവേപ്പില വാങ്ങിക്കണോ അങ്ങനെ നമ്മൾ ആലോചിക്കും. അപ്പോൾ നമ്മൾക്ക് എടുക്കാമെന്ന് തോന്നില്ല, 100 എൻ്റെ കറിവേപ്പില നമുക്ക് വേണ്ട, അങ്ങനത്തെ ഒരു ഇതോട്ട് വരും. പക്ഷേ അങ്ങനെ വെച്ച് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര റേറ്റാണ് ഗൈസ്. അത്യാവശ്യം നല്ല ചിലവുണ്ട്, ചിലവില്ല എന്ന് പറയുന്നില്ല, നല്ല രീതിക്ക് ചിലവുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ പൈസ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല. പിന്നെ പെറ്റ് ലവറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചേനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാം. അപ്പോൾ ചോദിക്കും, എൻ്റെ ഇൻസ്റ്റ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒരു പൂച്ചേനെ എടുത്ത് ഇട്ടിരുന്നത് തോന്നും. ആ പൂച്ചേൻ്റെ കഥ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. കാരണം എൻ്റെ അച്ചാമ്മയെന്ന് പറയുമ്പോൾ ഒരു പൂച്ചേനെ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് അവർ. എന്താ പറയുക, ചോറും സംഭവങ്ങളെല്ലാം എടുത്ത് പൂച്ചയ്ക്ക് കൊടുക്കും. അങ്ങനെ പൂച്ചേനെ നോക്കി ഒരു പൂച്ച വീട്ടിനടുത്തുള്ള ഒരാൾ അവരെ വീട്ടിൽ പൂച്ച പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനത്തിന് നല്ലൊരു പൂച്ചേനെ എടുത്ത് അച്ചാമ്മേൻ്റെ കൊടുത്തു. എനിക്ക് പൂച്ചേനെ കണ്ടു. അപ്പോൾ കൊച്ചിൽ വന്ന് ഞാൻ വലിയ കാര്യമാക്കില്ല. കുഞ്ഞായിരുന്നപ്പോഴൊന്നും ഞാൻ വലിയ കാര്യം, എനിക്കതിനെ കാണുമ്പോൾ എന്തോ എലിക്കുഞ്ഞിനെ പോലെയൊക്കെ ഇരിക്കും. എനിക്ക് ഇഷ്ടമല്ല പൂച്ചേനെ. ഞാനപ്പോൾ വഴക്കിടുമായിരുന്നു, ഇതെന്തോ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വഴക്കിടുമായിരുന്നു. പക്ഷേ ഇത് വലുതായി വന്നപ്പോഴേക്കും ഒരു ഇത്രയൊക്കെ എത്തിയപ്പോഴേക്കും ജസ്റ്റ് ഓടി കളിക്കുന്ന പരിവൊക്കെ ആയപ്പോഴേക്കും നല്ല ചബ്ബിയായിട്ട് വന്ന് മുടിയൊക്കെ നല്ല എന്ന് വെച്ചാൽ സാധാ പൂച്ചകളിനെക്കാട്ടും ഭയങ്കര വെറൈറ്റി ആയിരുന്നത്. നല്ല വീട്ടിലേക്ക് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന പൂച്ചേനെ പോലെ നല്ല നീളമുള്ള മുടി, നല്ല വൈറ്റ് ഗ്ലേസിങ് ഉള്ള മുടിയും നല്ല വാലൊക്കെ നല്ല സൂപ്പറായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ആ പൂച്ചേനെ എടുത്തു വളർത്തി. എന്നാൽ അച്ചാമ്മേരിൽ നിന്ന് ഞാൻ എടുത്ത് എൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് അതിന് പാലും സംഭവങ്ങളും ഫുഡൊക്കെ കൊടുത്ത് നല്ല പൊന്നുപോലെ നോക്കി ആ വീട്ടിലൊക്കെ ആയിരിക്കും കിടക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് ഇല്ല, ചില സമയത്ത് വീട്ടിലകത്ത് കിടക്കാം, അല്ലാത്തതും പുറത്ത് ഞാൻ കൊണ്ടിടും. അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മ അതുകൊണ്ട് പുറത്ത് അകത്ത് കിടന്ന് ചിലപ്പോഴേ സമ്മതിക്കുള്ളൂ. അകത്ത് വല്ലപ്പോഴും 1-2 ദിവസമൊക്കെ കിടന്നാലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ നോക്കിക്കൊണ്ടുവന്ന പൂച്ചയായിരുന്നു ഗൈസ്. ആ പൂച്ചേനെ വളർത്തിയതോടെ എനിക്ക് വീണ്ടും അതിൻ്റെ അടുത്തുള്ള ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ. പൂച്ച എന്ന് പറയുന്ന വർഗ്ഗത്തിൻ്റെ കൂടെ. അതായത് നമ്മളിപ്പോൾ ഒരു പട്ടിക്കൊരു ചോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ചോറ് നമ്മൾ കൊടുത്തിരുന്നാൽ പോലും ആ പട്ടിക്ക് അതിൻ്റെ നന്ദി എന്നും കാണും. പക്ഷേ ഈ പൂച്ച എന്ന് പറയുന്ന വർഗ്ഗം ഉണ്ടെന്നുണ്ടല്ലോ, ഇതിന് നമ്മൾ ഇന്ന് ഒരു ചോറ് കൊടുത്തെന്ന് വെച്ചോ, നമ്മൾ ഇന്ന് ചോറും മീൻകറിയും കൂട്ടിയാണ് കൊടുത്തതെന്ന് വെച്ചോ, ചോറും മീൻകറിയും വേണ്ട, നമ്മൾ ഇന്ന് ചോറും ചാളക്കറിയും കൂട്ടിയാണ് ഒരു ചോറ് പൂച്ചയ്ക്ക് കൊടുത്തതെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ളൊരു ചോറും ചൂരയും കൂടെ കൂട്ടി കൊടുത്താൽ അവിടെ പോകും ഗൈസ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നടന്നത്. കാരണം ഞങ്ങളിങ്ങനെ നല്ല രീതിക്ക് അരിമ പോലെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടന്നത്. അതിനെ തോളത്തൊക്കെ ഇട്ട് നല്ല രസമായിട്ട് ഞാൻ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അതിങ്ങനെ നോക്കി നിൽക്കും, കൂടെ വരും, അങ്ങനെയൊക്കെയായിരുന്നു. ഇരിക്കുമ്പോൾ നമ്മളെ തോളിൽ ഇങ്ങനെ കുഞ്ഞു വാവകൾ കിടക്കും പോലെയൊക്കെ കിടക്കും. അങ്ങനെയൊക്കെ കിടന്നുകൊണ്ടിരുന്നതാണ്. അപ്പം തൊട്ടടുത്തുള്ളവർ അവർക്കതിന് പൂച്ചയ്ക്കുള്ള മറ്റു ഫുഡൊക്കെ ഉണ്ടല്ലോ, ആ ഫുഡൊക്കെ കൊടുത്ത് ഗൈസ്. അങ്ങനെ എൻ്റെ പൂച്ചേനെ
കയ്യിലെടുത്ത്. ആ പന്ന പൂച്ച അവരെ കൂടെ പോവുകയും ചെയ്തു. പിന്നെ ആ പൂച്ച നമ്മളടുത്ത് വന്നിട്ടേ ഇല്ല. അതോടെ എനിക്ക് മനസ്സിലായി പൂച്ച എന്ന് പറഞ്ഞ വർഗ്ഗം കൊള്ളൂല ഗൈസ്. പട്ടിക്ക് നമ്മൾ ഒരു നേരത്തെ ചോറ് കൊടുത്താൽ അത് ചാവണത് വരെ അതിന് ആ നന്ദി കാണും. പൂച്ച നെഹി നെഹി. അതുകൊണ്ട് ഞാൻ പറയണം, എനിക്ക് പൂച്ചേനെ ഇഷ്ടമല്ല, പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര 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 ഇഷ്ടമാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടത്തവരെ കുറിച്ചിട്ട് ചേച്ചിക്ക് പറയാനുള്ളത് എന്താണ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഗൈസ് നമ്മളെ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പുറത്ത് പോവേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയെ നമ്മളെ അയൽപ്പക്കക്കാരാ എല്ലാവരും നമ്മളിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ നോക്കും. മീൻസ് എന്താണ് പറയുക ഇപ്പം അതിനെ, നമ്മൾ ഒരുമാതിരി സദാചാരം ഇപ്പം പുറത്തിറങ്ങിയാൽ നമ്മൾ ചിലപ്പോൾ സദാചാരം കളിക്കാൻ വേണ്ടിയിട്ട് വരും. നീ ആര്, എന്ത് വിട, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഒരുമാതിരി തുറച്ച് നോക്കും. ഇനിയിപ്പോൾ ഒന്നുമില്ല, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ പോലും നാട്ടുകാരൊക്കെ അവൾക്കിപ്പോൾ നല്ല ജോലിയൊക്കെ ഉണ്ട് അങ്ങനെ ഒരുമാതിരിയൊക്കെ നോക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇവിടെ ആര് എങ്ങനെ നടന്നാലും നമ്മളെ നോക്കാൻ ഒറ്റ ആളും വരില്ല. ആരും നമ്മളെ കാര്യത്തിൽ തലയിടാൻ വരത്തില്ല. ഫുൾ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീഡം. ആരും നമ്മളെ കാര്യത്തിൽ തലയിടാനോ ഒന്നിനും വരത്തില്ല. നമ്മളെങ്ങനെ പോയാലും ആരും നമ്മളെ നോക്കാൻ വരില്ല. പിന്നെ നല്ല ഹെൽപ്പിംഗ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളൊന്ന് വിഷമിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മളെപ്പോൾ എന്തെങ്കിലും വിഷമിച്ചിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഓക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ചുമ്മാ ഇങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ഒരു പരിചയമില്ലാത്തവർ നമ്മളടുത്ത് വന്നിട്ട് ചോദിച്ചു ആർ യു ഓക്കെ അങ്ങനെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമോ? ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ചോദിക്കും. ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മളവരെപ്പോഴും കാണുമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുമായിരിക്കും. പക്ഷെ അവർ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. എനിക്കത് ഇവിടെ വന്നിട്ട് എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. പിന്നെ ഇവിടെ ഉള്ളവർക്ക്, ഞാനൊരു പെറ്റ് ലവർ ആയതുകൊണ്ട്, ഞാനൊരു ഡോഗ് ലവർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ പട്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കും, എവിടെ പോയാലും കൊണ്ട് നടക്കും. അങ്ങനത്തെയൊക്കെ ഒരു സംഭവമുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഗൈസ്, ഇനി നമ്മളുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് എന്തോരം ചിലവായി. ഇതെനിക്ക് കുറേ ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഞാനങ്ങനെ ഫുള്ളായിട്ട്, കാരണം പറയാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എത്രയാണ് ചിലവായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെ ചേച്ചി ക്യാഷ് സെറ്റ് ചെയ്ത്, ലോൺ എങ്ങനെ കിട്ടി, ഡീറ്റെയിൽഡ് വീഡിയോ പറയാമോ, എങ്ങനെയാണ്, എവിടെ ആര് വഴിയാണ് വന്നത്, അങ്ങനെയൊക്കെ പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. IELTS വേണ്ടി വന്നോ? എല്ലാത്തിനുള്ള മറുപടി തരാം. എനിക്ക് IELTS വേണ്ടി വന്നില്ല. കാരണം നമുക്ക് ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS വേണ്ട. പിന്നെ ചില കോളേജസ്, വളരെ ചുരുക്കം കോളേജസ് മാത്രം മാർക്ക് ഉണ്ടെങ്കിൽ പോലും IELTS കമ്പൽസറി ആയിട്ട് വെക്കുന്നുണ്ട്. ബട്ട് ഒരു 90% ഇംഗ്ലീഷിൽ നമുക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ IELTS വേണ്ട. അത് ഡിഗ്രിക്കുള്ള ഇംഗ്ലീഷിൻ്റെ മാർക്കല്ല, നമ്മുടെ 10th-ലെയും +2-ൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൽ രണ്ടിലും ഏതോ 10th ആണോ +2 ആണോ എന്തോ, രണ്ടിലും ഇംഗ്ലീഷിന് അത്യാവശ്യം മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS വേണ്ട കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ലോൺ കിട്ടിയോ, അതിന് മുന്നേ എനിക്ക് എത്രയാണ് ടോട്ടലായെന്ന് പറഞ്ഞുതരാം. എൻ്റെ കോളേജ് ഫീ എന്ന് പറയുമ്പോൾ 15 lakh ആയിരുന്നു. 15, അതിൽ ഒരു 1 lakh എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു, കോളേജ് വഴിയിട്ടുള്ള സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. അങ്ങനെ 14. അതിൽ നിന്നും 1 lakh ഞാൻ ഒരുമിച്ച് ഫീസ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 13 കിട്ടും. അല്ല ഞാൻ ഇവിടെ വന്നിട്ട് ബാക്കി അങ്ങനെ അടയ്ക്കാനുള്ള, അങ്ങനെയൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റും കേട്ടോ. ബാക്കി ഇവിടെ വന്നിട്ട് അടയ്ക്കാൻ പറ്റും. കുറച്ച് പേയ്മെൻറ്റ് നാട്ടിൽ നിന്ന് ചെയ്തിട്ട് ബാക്കി ഇവിടെ വന്നിട്ട് അടയ്ക്കാൻ പറ്റും. അങ്ങനെ ഉള്ളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ നമ്മൾ ഒരുമിച്ച് ക്യാഷ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 1 lakh സ്കോളർഷിപ്പ് കിട്ടും. അപ്പം കണ്ണൻ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് അടയ്ക്കുന്ന സ്കീം നോക്കണ്ട, കാരണം ഓൾറെഡി നമുക്ക് നാട്ടിൽ കടമുണ്ട്. അപ്പോൾ അതും ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, ടെൻഷൻ കൂടും, ജോലിയൊക്കെ എപ്പോഴാണ് ശരിയാവുന്നതെന്ന് അറിയത്തില്ല. സോ അങ്ങനെ റിസ്ക് എടുക്കണ്ട, നാട്ടിൽ നിന്ന് അടച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്തോന്ന് ചെയ്തു, ഒരുമിച്ച് ക്യാഷ് അടച്ചു. അപ്പോഴേക്കും 13 എനിക്ക് അടച്ചാൽ മതിയായിരുന്നു. ഈ 13ൻ്റെ കൂടെ ബാക്കിയുള്ള വിസ, അങ്ങനത്തെ കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 15-16 ആയിട്ട് എനിക്ക് ടോട്ടലായിട്ടുണ്ട്. ബട്ട് പിന്നീട് കട എടുത്തത് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 18 ആവുമെന്ന് തോന്നുന്നു. കട എടുത്തതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും 18 സംതിങ് ആയിട്ടുണ്ട് എനിക്ക് ടോട്ടൽ ചിലവ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ലോൺ കിട്ടിയോ, ലോൺ എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗൈസ്, അത് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഞങ്ങൾ ഒരു പക്കാ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇതുവരെ ആക്കിയത്. അപ്പോൾ ഗൈസ് നമുക്ക് അങ്ങനെ ലോണ് കിട്ടത്തില്ല. ലോണ് കിട്ടത്തില്ലെന്ന് പറയുമ്പം വീടില്ല അങ്ങനെയല്ല, ഞങ്ങൾക്ക് വീടുണ്ട്. എനിക്കമ്മ, അതായത് ഞങ്ങൾ 5ാം ക്ലാസ് വരെ ഞങ്ങളെന്ന് പറയുമ്പം അച്ഛനുണ്ടാക്കിയ വീട്ടിലാണ് നിന്നത്. അതിലൊരു റൂം അമ്മ താമസിച്ചിരുന്ന ആ റൂമിൽ ഞാനും അമ്മയും ചേട്ടനും നമ്മൾ 3 പേരും കൂടെ ആയിട്ട് കിടന്നു. അതൊരു കുഞ്ഞു വീടാണ് കേട്ടോ. അപ്പോൾ കുറേ ഞാനൊരു 4ാം ക്ലാസ് വരെ 5 വരെ നമ്മൾ അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ അങ്ങോട്ട് എൻ്റെ അമ്മ വീടിൻ്റെ ലോണൊക്കെ എടുത്തിട്ട്, അതായത് ഞങ്ങൾക്ക് ലോണ് കിട്ടുമായിരുന്നു, തൊട്ടടുത്ത സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൽ എൻ്റെ അമ്മ ലോൺ എടുത്ത് വീട് വെച്ച് അവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം വെച്ചപ്പോൾ നമ്മൾ അത്യാവശ്യം കുഞ്ഞു വീട് തന്നെയാണ്, എന്നാലും നമ്മൾ പഴയ വീടിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ഇതിലോട്ട് മാറി. വലിയ വീടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞു വീട്. അങ്ങനെ നമ്മൾ വെച്ച് താമസിച്ച് അങ്ങോട്ട് മാറിയതാണ്. ബട്ട് അവിടെ നമുക്ക് വഴിയില്ല. വഴിയെന്ന് പറയുമ്പോൾ കുഞ്ഞു മുടുക്കാണ്. ആ മുടുക്കിൽ കഷ്ടിച്ചേ 2 വീലറൊക്കെ കയറത്തുള്ളൂ. നൈസായിട്ട് കൊണ്ടുവന്നാലേ 2 വീലർ കയറും. ഞങ്ങൾ വീട്ടിൽ അമ്മയുടെ വണ്ടിയൊക്കെ അകത്ത് തന്നെയാണ് വെക്കുന്നത്, ബട്ട് കാറൊന്നും കയറത്തില്ല. അപ്പം ഞങ്ങൾ ചേട്ടൻ വരാൻ വേണ്ടിയിട്ടും കുറേ തവണ ഇങ്ങനെ കയറി ഇറങ്ങിയപ്പോഴേക്കും അവർ പറഞ്ഞ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ലോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ വണ്ടി കയറുന്ന വീടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വണ്ടി കയറത്തില്ല, അങ്ങനെ നമുക്ക് ആ ലോണ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ എടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പലിശയ്ക്കാണ്. അതും അങ്ങനെ ഞങ്ങൾ പലിശയ്ക്കാണ് എടുത്തത്. കണ്ണം വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് എടുത്തത്. എൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് എടുത്തത്. കാരണം ഞങ്ങൾക്ക് ലോൺ കിട്ടത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ പലിശയ്ക്ക് എടുത്ത് എനിക്ക് ചിലവിന് വേണ്ടിയെന്ന ഫുൾ ക്യാഷ് ഞങ്ങൾ ഞങ്ങളുടെ ഗോൾഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പലിശയ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എടുത്തത്. പിന്നെ ഞങ്ങളെ വേണ്ടപ്പെട്ട കുറച്ച് പേര്, വേണ്ടപ്പെട്ടെന്ന് പറയുമ്പം അത്രയും വേണ്ടപ്പെട്ട കുറച്ച് പേര് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പക്ഷേ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് പേരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് എന്തായാലും എൻ്റെ ഒരു മൈൻഡിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറഞ്ഞു തരാത്തത്. ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ ഇതാണ്, എനിക്ക് ലോണ് കിട്ടില്ല. ലോണ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണും. വീട്ടിൽ പൈസ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ലോണ് കിട്ടില്ല, അങ്ങനെയൊക്കെ കാണും. ബട്ട് നിങ്ങൾ ആ ഒരു റീസൺ വെച്ചിട്ട് നിങ്ങൾ അവിടെ നിൽക്കുവാണ്, ഞങ്ങൾക്കൊന്നും പൈസ ഇല്ല, ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടൊരു ലൈഫില്ല. പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ളതെന്ന് പറയുമ്പോൾ ഫുൾ ഇരുട്ടാണ്. അവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് ചൂസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വേറെ ആർക്കോ വേണ്ടിയിട്ടല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജീവിതത്തിലോട്ട് നിങ്ങൾ പോകാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യലും. കാരണം അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനും കണ്ണൻ എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾക്കെന്ന് പറയുമ്പം ഞങ്ങൾക്ക് അച്ഛനില്ല. ഞങ്ങൾ ഇതുവരെ ആക്കിയത് ഞങ്ങളുടെ അമ്മയാണ്. കണ്ണൻ ആദ്യം എന്ന് പറയുമ്പം അവൻ ഉറച്ച ഇതിൽ തന്നെ നിന്ന്, അവന് പോയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നിന്ന്. ബട്ട് അപ്പോഴൊന്നും ഞങ്ങളുടെ കയ്യിൽ ഒട്ടും ക്യാഷ് ഇല്ല. അങ്ങനെയൊക്കെ ആയിട്ട് നിന്നപ്പോഴും അവൻ ആ ഒരു വാശിയിൽ തന്നെ നിന്ന് ഗൈസ്. അങ്ങനെ അവ ഇവിടെ വന്ന് അതിനുശേഷം ഞാനിവിടെ വരാൻ കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലണ്ടനിൽ വരണം എന്ന് പറയുന്ന ഒരു കട്ട മൈൻഡും എനിക്കില്ലായിരുന്നു. ഞാൻ ഡിഗ്രി BSc ബോട്ടണി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് PG എടുക്കണം, എന്നിട്ട് കോളേജിൽ ലെക്ചറിലോട്ട് കയറണം, ആ ഒരു മൈൻഡായിരുന്നു എനിക്ക്. ബട്ട് പെട്ടെന്നൊരു ദിവസം കണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് അവിടേക്ക് ഇങ്ങനെ നിന്നാൽ മതിയോ, പറഞ്ഞു നിനക്ക് ഇങ്ങോട്ടൊന്ന് വരണമെന്നൊരു മൈൻഡില്ലേ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ബ്ലിങ്കസി ആയിപ്പോയി. അങ്ങനെ ആ ഒരു വാക്കുമേൽ കയറി പിടിച്ചതാണ് ഞാൻ. പിന്നെ അങ്ങോട്ട് എൻ്റെ ഡ്രീം ഫുള്ളും എനിക്ക് UK പോകണം, എനിക്ക് ലൈഫ് സെറ്റിൽഡ് ആക്കണം. ഇതുവരെ ഞാൻ കഷ്ടപ്പെട്ട്, അതായത് ഇതുവരെ ഞങ്ങളുടെ അമ്മ കഷ്ടപ്പെട്ട് ഇതുവരെ വളർത്തി. ഇനി അങ്ങോട്ട് എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് നല്ല രീതിക്ക് തന്നെ ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കണം. ആ ഒരു മൈൻഡ് എനിക്ക് അപ്പോഴാണ് വന്നു തുടങ്ങിയത്. അതിനിടയ്ക്ക് ഞാൻ സ്ക്രൈബിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും എന്താ പറയുക, അപ്പം ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് സ്റ്റക്ക് ചെയ്ത് നിൽക്കാം, സ്ക്രൈബിങ് പിടിച്ച് നിൽക്കാം, നല്ലൊരു സാലറി ആണെന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിൽക്കാം. ബട്ട് ഞാനത് വിട്ടു. എന്താ പറയുക, പിന്നെ അങ്ങോട്ട് ഫുൾ ഡ്രീമും UK എന്ന് പറയുന്നൊരു ലൈഫിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് നല്ല അടിപൊളിയാണ്, നന്നായിട്ട് ഹാപ്പി ആയിട്ട് പോകണം. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതേ പറയാനുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും UK വരണമെന്ന് താല്പര്യമുണ്ട്, പൈസയൊന്നും ഇല്ലാത്ത കാരണമാണ് നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റീസണേ അല്ല. കാരണം അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പലിശയ്ക്ക് എടുക്കാം, ലോൺ എടുക്കാം. നിങ്ങൾ ആരുടെടുത്തെങ്കിലും കടം ചോദിച്ചോ വന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്കത് തിരിച്ചു കൊടുക്കാം. നിങ്ങളൊരു റിസ്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവത്തുള്ളൂ. റിസ്ക് എടുക്കാതെ അയ്യോ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലേ, ഞങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലേ, അമ്മയൊക്കെ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഡ്രീം സാക്രിഫൈസ്
ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നും ഗൈസ്. അതൊരു പോയിൻ്റാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഒക്കെ അത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എടുത്തത് എങ്ങനെയാണ്, എനിക്ക് ലോണും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, ഞങ്ങളെങ്ങനെയാണ് വന്നത്. ഓക്കെ ഗൈസ്, പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത് കേട്ടോ. അതായത് ലൈഫിൽ ചേച്ചി പഠിച്ച ഏറ്റവും വലിയ കാര്യവും എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഡിസിഷനും എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കെന്തോ ഈ ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ലൈഫിൽ ഞാൻ ഇതുവരെ പഠിച്ച ഏറ്റവും വലിയ കാര്യവും ഞാൻ എടുത്ത ഏറ്റവും വലിയ ഡിസിഷനും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഗൈസ്, ഞാൻ ലൈഫിൽ പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരാളെയും കണ്ണു അടച്ച് വിശ്വസിക്കരുത്. ഒരാളെയും. അതായത് മേ ബി നമ്മുടെ ഫാമിലി ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഈവൻ പാർട്ട്നേഴ്സ് ആയിരിക്കാം. ബട്ട് പാർട്ട്നേഴ്സിനെ നമുക്ക് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. കാരണം അതിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്. മേ ബി ഇപ്പോൾ നല്ല രീതിക്ക് കെയറിങ് ആയിട്ട് നമ്മുടെ തന്നെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നവർ കാണാം. സോ പാർട്ട്നേഴ്സിനെ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഞാൻ പറയുന്നത് ഫ്രണ്ട്സ്, ഫാമിലിനെ ഒരാളെയും നമ്മൾ കണ്ണു അടച്ച് വിശ്വസിക്കില്ല ഗൈസ്. അങ്ങനെ വിശ്വസിച്ച് നല്ല രീതിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയൊന്നും കാണത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല അടിപൊളി ഫ്രണ്ട്സ് കാണാം, നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ കാണാം. ബട്ട് എന്നിരുന്നാൽ കൂടി ഇതൊന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ ഉപകാരപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കാം. ബട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഒരൊറ്റ ആളെ നമ്മൾ വിശ്വസിക്കില്ല ഗൈസ്. കാരണം അങ്ങനെ ഇപ്പം നമ്മൾ കട്ടയ്ക്ക് ഫ്രണ്ട്സായിട്ട് നിന്നിട്ട് നമ്മൾ അവരെ അടിപൊളിയായിട്ട് നല്ല രീതിക്ക് വിശ്വസിച്ച് നിന്നിട്ട് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെറിയൊരിത് വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം വരും. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഗൈസ്. ഇപ്പം എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ടു ബി ഓണസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവുന്നത് ഒരാൾക്കും ഇഷ്ടമല്ല. നമ്മുടെ പാരൻസിന് ഒഴിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അത്രയും അപ്പോൾ ഗൈസ് നമ്മൾ നന്നായിട്ടിരിക്കുന്നത് ഒരാൾക്ക്, നമ്മുടെ ഫാമിലിയിലെ കുറച്ച് മെമ്പേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിനെ ഒഴിച്ച് വേറെ ആർക്കും നമ്മൾ നന്നായിട്ടിരിക്കുന്നത് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. അവർ നമ്മളെ പുറമേ നമ്മളുടെ അടുത്ത് നന്നായിട്ടിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ പോലും അവരുടെ മനസ്സ് വേറെ ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും ഇപ്പം നിങ്ങളിപ്പം നല്ല വൈബിൽ നല്ല അലമ്പി നല്ല ഇതായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട്, നിങ്ങളതിലെല്ലാവരും ഭയങ്കര അലമ്പായിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നു, നിങ്ങളും അതേപോലെ നല്ല അലമ്പായിട്ട് നിൽക്കുകയാണ്. സഡൻലി നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടി എന്ന് നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു നോക്കുക. അപ്പം അവരെടുത്തടിച്ചണക്ക് നിങ്ങളടുത്ത് ചോദിക്കാൻ പോകുന്നത്, നിനക്കിതെങ്ങനെ കിട്ടി, നീ നമ്മുടെ അടുത്ത് ഇപ്പോൾ എല്ലാ ഇതിലും നിന്നിട്ട് നിനക്ക് ജോലി കിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു റോങ് ടോക്ക് വരും ഗൈസ്. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരിതിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റണം. ബട്ട് എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ്, ഗേൾസ് ആയിട്ടുള്ളൊരു മേ ബി നിങ്ങൾക്ക് ഗേൾസിന് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഗേൾസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട്, ബോയ്സ് ആയിട്ടുള്ള നമുക്ക് ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം, നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു നല്ലത് സംഭവിച്ചു, അത് നമ്മൾ ബോയ്സ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും നമ്മളിപ്പം പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഇതിൽ ജോലി കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തെന്നൊക്കെ പറയുമ്പം അപ്പം അമ്മർക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കും. അതൊന്ന് സെറ്റ് ട്രീറ്റ് എന്നൊക്കെ ചോദിക്കും. ഇൻ ദ കേസ് ഓഫ് ബോയ്സ് അവർ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നാൽ, സെയിം ഇതിൽ നമ്മൾ ഗേൾസിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അവർ പറയും, ഇതൊക്കെ എപ്പോഴാടി നമ്മുടെ അടുത്തൊന്നും പറയരുത് കേട്ടോ, നീ അപ്പം നമ്മുടെ കൂടെ ഇങ്ങനെയൊക്കെ നിന്നിട്ട് എല്ലാം സൈഡായിട്ട് ചെയ്തില്ലേ, അങ്ങനെയൊക്കെ പറയും. എൻ്റെ ഒരിതാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നേക്കാം. ബട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തോ പറയട്ടെ, ഞാൻ പറഞ്ഞത് പച്ചയ്ക്ക് പറയാം ഗൈസ്. ഗേൾസ് നിങ്ങളിപ്പോൾ സക്സസ് ആവുന്നത് ഗേൾസ് തമ്മിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഈഗോ മൈൻഡ് കാണും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കാണത്തില്ല. ആൻഡ് നിങ്ങൾ ഒറ്റെണ്ണത്തിനെയും തലയേക്കയറ്റി വെക്കലും ഒരെണ്ണത്തിനെയും തലയേക്കയറ്റി വെച്ച് വിശ്വസിക്കലും. കാരണം നിങ്ങളുടെ അടുത്ത് പുറമേ നിൽക്കുന്ന പോലെ ആയിരിക്കത്തില്ല അവരുടെ മനസ്സെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഈഗോയും അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവൾ അങ്ങനെ ചെയ്യുന്നല്ലോ, അങ്ങനത്തേക്ക് ഒരു ഇതാണ്. സത്യമായി ഞാൻ പറയാം, ഇങ്ങനത്തെ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയവരും കാണും ഈ ഒരു വീഡിയോ കാണുമ്പോൾ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ട്സിനെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല, സത്യം പറയുവാണെങ്കിൽ. പിന്നെന്താ,
ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാനാണെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞ ഒരു ഡ്രീമി ഗേളാണ് ഗൈസ്. എനിക്കിപ്പം കുറേ ലക്ഷ്യങ്ങളുണ്ട് ഓരോന്നോരോന്നായിട്ട് നിറവേറ്റാൻ. ബട്ട് അത് എനിക്കല്ലാണ്ട് വേറെ ഒരാൾക്കും അറിയില്ല എൻ്റെ ഗോൾസ് എന്താണെന്ന്. അത് ഞാനിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴോ ഒരു തവണ ഞാൻ സ്റ്റോറിയിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ അങ്ങനെ കലകളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. ബട്ട് എഗെയിൻ എനിക്കൊരു പാഠം കിട്ടി. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളോ നമ്മുടെ ഗോൾസോ നമ്മുടെ ഡ്രീംസോ ഒരാളോട് നമ്മൾ പറയരുത്. നമുക്കല്ലാണ്ട് നമ്മുടെ ഒരു ഗോൾസ് നമ്മളല്ലാണ്ട് വേറൊരാൾ അറിയരുത്. എല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. മാരേജ് എപ്പോഴെങ്കിലും കാണുമോ, എപ്പോഴെങ്കിലും കാണുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നോ ആണ് ഗൈസ്. കാരണം എനിക്കിപ്പോൾ 22 ഏജേ ആയിട്ടുള്ളൂ. ഞാനിപ്പം ഇവിടോട്ട് വന്നിട്ടേ ഉള്ളൂ. ലൈഫ് ഞാൻ സെറ്റാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് ഒരുപാട് സെറ്റാക്കാനുണ്ട്. സോ അയ്യോ, നമ്മുടെ മറ്റേ ചോദ്യത്തിൻ്റെ ബാക്കി വന്നില്ല. നമുക്ക് 2 ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ലൈഫിൽ ഏറ്റവും പഠിച്ചൊരു കാര്യം, എടുത്ത ഏറ്റവും വലിയ തീരുമാനം. പഠിച്ച കാര്യം എന്ന് പറയുമ്പോൾ ഒറ്റെണ്ണത്തിന് വിശ്വസിക്കരുത്. നോട്ട് ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കണ്ണു അടച്ച് വിശ്വസിക്കില്ല. നമ്മുടെ ഒറ്റ പേഴ്സണൽ കാര്യം ആരോടും പറയരുത്. ഒരു സക്സസ്സും പറയാതിരിക്കാൻ നോക്കുക. പക്ഷേ ചിലപ്പോൾ അറിഞ്ഞു പോകും, അതുകൊണ്ട് അത് വിട്. ബട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് തലയിൽ കയറ്റി വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആരോഗ്യത്തിനും മനസ്സമാധാനത്തിനും എല്ലാത്തിനും നല്ലത് അതായിരിക്കും. എടുത്ത ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്കെപ്പോൾ മാരേജ് വേണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ മാത്രമേ എനിക്ക് മാരേജ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ ഗൈസ്. അത് ഞാൻ കണ്ടതും ഞാൻ കേട്ടതും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഞാൻ എടുത്ത ഒരു ഡിസിഷനാണ്. എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ജസ്റ്റ് ഒരു ജോലി അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇത് അങ്ങനെ പോരാ. എനിക്ക് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവണം. കാരണം ഞാൻ ജീവിച്ചത്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ അത്ര കഷ്ടപ്പെട്ട് ഇതുവരെ ആക്കിയതാണ്. അതെനിക്ക് കാക്കാപൂക്ക ചെറിയൊരു ജോലിയൊന്നും വെച്ചല്ല, എന്നിട്ട് ചെറിയൊരു ശമ്പളം വെച്ചിട്ട് എനിക്ക് തട്ടിക്കുട്ടി അങ്ങോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റത്തില്ല. എനിക്ക് നല്ലൊരു ജോലി വേണം. എനിക്ക് നല്ല രീതിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം എല്ലാവർക്കും സെറ്റാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഏറെക്കുറേയൊക്കെ എനിക്ക് സെറ്റാക്കി ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയതിനു ശേഷം മാത്രമേ മാരേജ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ പോകത്തുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അത് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അതിപ്പോൾ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നാലും അറേഞ്ച് ആയിരുന്നാലും എന്ത് തന്നെയാണെങ്കിലും ഞാൻ പറയാം ഗൈസ്. ഇപ്പം നിങ്ങളിപ്പോൾ ലവ് മാരേജ് ആണെന്ന് വെച്ചോ. അപ്പോൾ ലവ് മാരേജ് ആണ്, അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ തന്നെയല്ലേ, അപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നും കാണില്ല. നിങ്ങൾക്കൊരു ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ആൾ നോക്കിക്കോളും. ആൾക്ക് നല്ല നേവിയിൽ ആർമിയിലൊക്കെ ആണെങ്കിൽ നല്ല പൈസയാണ്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ നല്ലൊരു പൈസയൊക്കെ കാണും, അത് നിങ്ങൾക്ക് തരും എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ആ റിലേഷനിൽ മുന്നോട്ട് പോയി നിങ്ങൾ മാരേജ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് എത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ആളോട് ചോദിക്കുകയാണ്, ചേട്ടാ എനിക്ക് കുറച്ച് പൈസ തരും, എൻ്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം എന്ന് ചോദിക്കുമ്പം ഇൻ കേസ് ആ ആൾ പറയുവാണ് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, നീ നിൻ്റെ കാര്യം നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ തീരും ഗൈസ്. അവിടെ തീരുമെന്ന് വെച്ചാൽ അതോടെ ഡൈവോഴ്സിലോട്ട് പോകും. അങ്ങനെയല്ല. ബട്ട് അന്നേരം നിങ്ങൾക്കൊരു റിഗ്രറ്റ് അടിക്കും, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലല്ലോ, എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അപ്പം തോന്നിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണുകയും ചെയ്യും ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം മാത്രം, എത്ര സ്ട്രോങ് ആയിട്ടുള്ള റിലേഷനിലായിരുന്നാൽ പോലും മാരേജ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നതാണ് നമുക്ക് നല്ലത് ഗൈസ്. എങ്കിൽ മാത്രമേ നമുക്കൊരു വില കാണത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ മറ്റേ ചോദ്യത്തിലോട്ട് വരാം. മാരേജ് ഇപ്പോഴെങ്ങാനും കാണുന്നു? ഒരിക്കലും ഇല്ല ഗൈസ്. കാരണം എനിക്ക് 22 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്ക് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആക്കണം. എപ്പോൾ ഞാൻ ഫിനാൻഷ്യലി 100% ഓക്കെ ആവോ അപ്പോൾ ഞാൻ മാരേജിലോട്ട് ഓക്കെയാണ്. ബട്ട് എൻ്റെ ഒരു മൈൻഡ് അനുസരിച്ച് ഒരു 25-26 ആ ഒരു ടൈമിൽ എനിക്ക് മതിയെന്നാണ്. ബട്ട് അപ്പോഴും ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഐ നീഡ് സം മോർ ടൈം. ബട്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30ക്ക് മുന്നേ ആയിട്ട് മാരേജ് ചെയ്യണമെന്നാണ്. കാരണം 30s ഒക്കെ ആകുമ്പോൾ ബോറല്ലേ. ഒരു 28-ന് മുന്നേ ആയിട്ട് മാരേജ് ചെയ്യണം ഗൈസ്. അതാണ് ഒരു ആഗ്രഹം. അതിന് മുന്നേ ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആകും. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അത്രേ ഉള്ളൂ. ഗോൾസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഗോൾസ് ഞാൻ ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നില്ല. കാരണം എനിക്കത് റിവീൽ ചെയ്യാൻ എനിക്ക് കുറച്ച് ടൈം വേണം. അത് ഓരോന്നോരോന്നായിട്ട് നടത്തി വരാൻ വേണ്ടിയിട്ട് എനിക്ക് ടൈം വേണം ഗൈസ്. അത്രേ ഉള്ളൂ. പിന്നെ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിൻ്റ് എന്താണെന്നാണ്. എൻ്റെ വീക്ക് പോയിൻ്റ്, ഞാൻ സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആണ്. എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കല്ല് മനസ്സാണെന്ന്.
അത് ശരിയാണെന്ന് എനിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര റൂഡാണ്. ഞാൻ അങ്ങനേ നിൽക്കുള്ളൂ. അതെങ്ങനെ വന്നാലും എനിക്കതിൽ നിന്ന് മാറാൻ പറ്റില്ല. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് തന്നെ തോന്നും എന്ത് കല്ല് മനസ്സാണ് എൻ്റെതെന്ന്. ബട്ട് കുറേ കാര്യങ്ങളിലൊക്കെ ഞാൻ സ്ട്രോങ് ആണ്, അല്ലാന്ന് പറയുന്നില്ല, സ്ട്രോങ് തന്നെയാണ്. ബട്ട് എന്നെ തളർത്തുന്ന ചില കാര്യം എന്ന് പറയുന്നത് അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ഇപ്പം അച്ഛൻ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ വേറെ എന്ത് വന്നാലും ഞാൻ ഇങ്ങനെ കല്ല് കണക്ക് ഞാനിങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞ് ഞാൻ നിൽക്കും. പക്ഷേ അച്ഛൻ എവിടെ എന്ന് പറയുന്നൊരു ചോദ്യം വന്നാൽ തന്നെ ഞാനത് പെട്ടുപോകും. ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന ഒരേ ഒരു ചോദ്യം അതിനു മുന്നിലായിരിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അച്ഛൻ്റെ ഫാമിലിയായിട്ടൊന്നും ഞാൻ ഒരു ഇതുമില്ല. എനിക്കിഷ്ടമല്ല അവരെ. ഞാൻ LKG പഠിക്കുമ്പം തന്നെ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലുള്ള ഒരു ആളുടെ മോൻ LKGയിലായിരുന്നപ്പോൾ തന്നെ ഗൈസ് എൻ്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അച്ഛൻ മരിച്ചതുപോലെ നിൻ്റെ അമ്മേനെ ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. ഇന്നും എനിക്കതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ട്രിഗർ ആവുന്ന ഒരു വിഷയമൊക്കെയാണത്. അപ്പം അച്ഛനെന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് മുന്നിലാണ് ഞാൻ ആകെ ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ കണ്ണൻ, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഞാൻ അമ്മയായിട്ട് എത്ര അറ്റാച്ച്ഡ് അങ്ങനെയല്ല ഗൈസ്. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ ഒരു ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ കളയും. അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക്. ബട്ട് കണ്ണൻ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീരും. അതുപോലെ തന്നെ അച്ഛനെന്ന് പറയുന്ന ഒരു പേര് വരുമ്പോൾ തന്നെ, അതായത് ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പം ആദ്യം തന്നെ വരുന്നൊരു ചോദ്യമാണ് ഒന്ന് പരിചയപ്പെട്ടതായിട്ട്. അപ്പം ആ ഒരു ചോദ്യത്തിന് മുന്നിലാണ് ഞാൻ ഭയങ്കരമായിട്ടും ഡൗൺ ആയിട്ട് പോകുന്നത്. എന്താണെന്നറിയില്ല. ഓഫ് കോഴ്സ് ഗേൾസിൻ്റെ ഒരു വീക്ക്നെസ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഞാൻ ആകെപ്പാടെ തളർന്നു പോകുന്ന ഒരേ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ, ചോദ്യം വേണ്ട, ജസ്റ്റ് ഒരു വേർഡ് മതി എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ എൻ്റെ ഒരു വീക്ക് പോയിൻ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് വേറെ അതിലോട്ട് വരാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ നിർത്തുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് കമൻറ്റിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. എങ്കിൽ ഞാൻ നെക്സ്റ്റ് അടുത്ത് നമുക്കൊരു വീഡിയോ അതേപ്പറ്റി ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.